അപ്പോൾ അതിലുണ്ടാകുന്നൊരു ബെറി. അപ്പം നമുക്ക് ഈ അലങ്കാര പനകളൊക്കെ നട്ട് വളർത്തുന്നതിന് പകരം ഒരു ഓർണമെൻ്റലുമാണ്, തീർച്ചയായിട്ടും നമുക്ക് പഴങ്ങളും കിട്ടും. അപ്പോൾ ഇത് നല്ല ഒരു നമ്മുടെ കാലാവസ്ഥയിൽ ഹെവി ഫ്രൂട്ട് ഒരു 400 പഴങ്ങളൊക്കെ ഒരു ട്രീയിലുണ്ടാവും. അതുപോലെ ഹെവി ആയിട്ട് ഫ്രൂട്ട് ചെയ്യും. മാംഗോസിൻ്റെ ഒരു ഫാമിലിയാണ് അത്. ഇവിടെ നമുക്ക് റൊളീനിയ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കാണാം. ഇതിപ്പോൾ ഗ്രീൻ കളറാണ്. ഇനി ഇത് പഴുത്ത് വരുമ്പോൾ യെല്ലോ കളറാവും. അപ്പം നമ്മളൊരു 3 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വളരെ രസകരമായൊരു മണമാണ്. നമ്മളൊരു പെർഫ്യൂം, ഒരു നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്മെല്ല് വരും. ഒരു ശരിക്കൊരു ടേബിൾ ഫ്രൂട്ടാണത്. പിന്നെ പുതിയത് പിന്നെ മാറ്റി. അതെ, ഇതിൽ നമ്മളെന്ന് വെച്ചാൽ ഇത്തിരി വലുതിനെയാണ് നമുക്ക് പലതരത്തിലുള്ള ഇതുണ്ട്, മീൻ വളർത്തൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ പോണ്ടാണ്, സ്വാഭാവികമായിട്ട് കുളമാണ്. അപ്പോൾ ഇതിൽ ബ്രീഡിംഗ് ഒക്കെ നടക്കും. മറ്റേത് നമ്മൾ പടുതാക്കുളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. വീടുകളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഇസ്രായേലിൻ്റെ ബയോഫ്ലോക്ക് നമുക്ക് കാണാം. അപ്പോൾ അതിലൊക്കെ അതുപോലെ ഫെറോസിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ എത്ര ഐറ്റം ഉള്ളത്? ഏതൊക്കെ? ഒരു 3 ഐറ്റംസ് ആണ് ഉള്ളത്. അത് ഒന്നിച്ച് വളരുന്നതിന് കുഴപ്പമില്ല. അതൊരു പ്രത്യേക പ്രായമായി കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല. മറ്റേത് പരസ്പരം ആഹരിക്കാതെ സ്റ്റേജ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ. എത്ര വില വരും ഇത്? എങ്ങനെ വിൽപ്പനയാണെങ്കിൽ? അപ്രോക്സിമേറ്റ് 250-300 റുപ്പീസാണ് പെർ കെ ജി. ഇത് ശരിക്കും നമ്മുടെ ആവോലി പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടൽ മീനിനേക്കാൾ ഇഷ്ടപ്പെടും. ഇപ്പം നമുക്ക് കിട്ടുമോ? ഇപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ചെറിയ ടാങ്ക് കാലിയാക്കി. അത് ഹാർവെസ്റ്റിംഗ് അല്ല, ഇനി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. പിടിക്കുന്ന പ്രായമായി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇവരെ പിടിക്കണമെങ്കിൽ വലിയ പണിയാണ്. അപ്പം ഞങ്ങൾ ചെറിയ ടാങ്കിലേക്ക് ഇവർ ഇടുക. അല്ല, ഇത് വലയിട്ടിട്ട് അങ്ങനെ പിടിക്കാം. വലയിട്ട് പിടിക്കാം. വല നമ്മളിത് ഇങ്ങനെ ഇറക്കിയിട്ട് വെക്കും. അങ്ങനെ ഇറക്കിയിട്ട് കുറച്ച് തീറ്റ കൊടുത്ത് വല പൊക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മീനുണ്ടാവും. ഇതൊക്കെ നമുക്ക് മീനിനെ ഇവർക്ക് മീനിൻ്റെ വളർച്ച പ്രതികൂലമാവുന്ന എന്തെങ്കിലും ഘടകങ്ങൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇതിനകത്ത് ഒന്നും നമ്മൾ നാച്ചുറൽ പോണ്ടാണല്ലേ, ഒന്നും നമ്മൾ ചെയ്യണ്ട. സ്വാഭാവിക മീനുകൾക്ക് അസുഖം വരുന്നതോ ഒന്നുമില്ല. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് തെലങ്കാന ചെറി എന്ന് പറയുന്നത്. ഇപ്പം ഫ്രൂട്ട് മെച്ചുറായി വരുന്നേ ഉള്ളൂ. ഇത് ഒക്കെ പെറു പോക്ക് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയുന്നത്. സയൻറ്റിഫിക് നെയിം ലെപ്പിസാന്തസ് അലാട്ട. അപ്പോൾ ലെപ്പിസാന്തസ് ഫ്രൂട്ടിക്കോസ്, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു പഴം വേറെയില്ല. ഇതേപോലെ നല്ല ഒരു റെഡ് കളറിലേക്കാണ് വരിക ഈ പഴം. അതേപോലെ കൊലകളായിട്ടാണ് ഈ പഴങ്ങൾ എപ്പോഴും ഉണ്ടാവുക. ഇത് 100% ഇതിനകത്ത് പ്ലാന്റ് ഫ്രൂട്ടഡ് ആവും ഒരു കുറച്ച് സീസണായി കഴിഞ്ഞാൽ. ഫലം വരുന്ന ടൈം എങ്ങനെയാണ്? ഇതിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇത് മെച്ചുറായി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറ്, നല്ല മുന്തിരിങ്ങയുടെ അതേ ഇതിലേക്ക് വരും, കളറിലേക്ക് വരും കൊലയായിട്ട്. ഇത് പെർഫ്യൂം ഗുവ എന്ന് പറയുന്നൊരു വിദേശ പഴമാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫ്രൂട്ട് ചെയ്ത് ഇവിടെയാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഒട്ടുമിക്ക പഴങ്ങളും നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ എക്സോട്ടിക് ഫ്രൂട്ടാണ്, ഇവിടെ വെറൈറ്റീസ് ആയി വരുന്നേ ഉള്ളൂ. അതുപോലെ ഇതാണ് ജബോട്ടിക്കാബയുടെ വെറൈറ്റീസാണ്. ഇതാണ് മരമുന്തിരി എന്ന് പറയുന്ന ഒരു ഇതാണ് ജബോട്ടിക്കാബ. അത് ട്രീ മുഴുവൻ, അതിൻ്റെ ട്രങ്കിൽ മുഴുവൻ മുന്തിരിങ്ങ പോലെ ഇങ്ങനെ പഴങ്ങൾ കാണുന്ന ഒരു ഇതാണ്. ഇതുപോലെ ഇതിപ്പോൾ ഫ്ലവറാണ്, ഫ്ലവറായി വരുന്നേ ഉള്ളൂ. ഇത് യെല്ലോ കളറാണ്. നമ്മുടെ നാട്ടിലൊരു ബെറി ഉണ്ടാവലുണ്ട്, ഒരു റെഡ് കളറിലുള്ളൊരു ബെറി. അപ്പോൾ അതിന് ടേസ്റ്റ് എന്താ? ചെറിയാണോ? ചെറി. അതുപോലെ ഈ ബ്ലാക്ക് ബെറി, അതൊക്കെ പിന്നെ ഒരു പഞ്ചസാരയിൽ ഇട്ടിട്ടല്ലേ ഇങ്ങോട്ട്. ഓക്കെ, അതിൽ ഇപ്പോൾ ചോദിച്ചത് ഈ ചെറി എന്ന് പറയുന്നൊരു തോണി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, മുള്ളുള്ളത്. അപ്പോൾ അത് ശരിക്കുള്ള ചെറി അല്ലത്. അതിൻ്റെ ശരിയായിട്ടുള്ള മധുരമുള്ളത് വേറൊരു വേർഷൻ ഉണ്ട്, കൂർഗ് ചെറി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കേരളത്തിൽ നമ്മൾക്ക് പലതും നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിയ സസ്യങ്ങളെല്ലാം അതിൻ്റെ ഒറിജിനൽ പ്ലാന്റുകളല്ല പലതും. അതായത് നമുക്ക്
ഒരു നല്ല ബെസ്റ്റ് ക്വാളിറ്റി അല്ല. അത്തിമരങ്ങൾ, അതുപോലെ തന്നെ ചെറി എന്ന് പറയുന്നത്, ബേക്കറി ചെറി എന്ന് പറയുന്നത്, അതൊന്നും ഒറിജിനൽ പ്ലാന്റുകളല്ല. അതിൻ്റെ വൈൽഡ് വേരിയൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാം. ഒറിജിനൽ ചെറി നേരിട്ട് കഴിക്കാവുന്നതാണ്. അത് വരുന്നത് വേറെയാണത്. വേറെ കൂർഗ് ചെറി എന്ന് പറയും, കൊടക് ചെറി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറിയുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് വേറെയാണ്. ഇത് നമ്മൾ പഞ്ചസാരക്കകത്ത് എന്ത് ഇട്ട് കഴിഞ്ഞാലും അത് മധുരമുള്ളതായിട്ട് വരും. നമ്മൾ ഇങ്ങനെ ശരിക്കും പഴങ്ങൾ നമ്മൾ ഈ മിനിമം പ്രോസസ്സിലൂടെയാണ് നമ്മൾ കഴിക്കുക. പക്ഷേ നമ്മൾ ഈ ലൈനിലിട്ട് വരുന്നത് വേറൊരു തരം ചെറിയാണ്. ബേക്കറി ചെറി എന്ന് പറയുന്നത് കൂർഗ് ചെറിയാണ്, അത് വേറെയാണ്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേ, അതിൻ്റെ പ്രോസസ്സിങ്. ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് നമുക്ക് യാതൊരു പ്രോസസ്സിങ്ങും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാം. പക്ഷേ ബ്ലാക്ക്ബെറിയുടെ ഒരു പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അത് ട്രോപ്പിക്കൽ അല്ല, സബ് ട്രോപ്പിക്കൽ. വയനാട് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഓർ സെമി ട്രോപ്പിക്കൽ പ്ലാന്റ് ആണത്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് വള്ളിയായിട്ട് വരും, പക്ഷേ ഫ്രൂട്ട് ചെയ്യില്ലത്. അപ്പം വയനാട് നമ്മൾ ഇത് ബ്ലാക്ക്ബെറി നട്ടു കഴിഞ്ഞാൽ നിറയെ ഫ്രൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രിപ്പിൾ ക്രൗൺ എന്ന് പറഞ്ഞിട്ട് ഫ്ലോറിഡയുടെ പ്ലാന്റ് പോലും ഞങ്ങൾ വളർത്തി വലുതാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും ഫ്രൂട്ടഡ് ആയിട്ടില്ല. അപ്പോൾ അത് ശരിക്കും ക്ലൈമറ്റുമായിട്ട് കുറച്ചുകൂടെ സിങ്ക്രണൈസ്ഡ് ആണ്. അതായത് ഇത്തിരി തണുപ്പുള്ള വെതറിലാണ് ഈ ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെ പലതരത്തിലുള്ള ബെറീസ് ഉണ്ട്. ഈ ഒത്തിരി ഇനങ്ങളുണ്ട് ഇതേ ടൈപ്പിലുള്ള. അപ്പോൾ അതെല്ലാം വരുന്നത് കുറച്ച് തണുപ്പുള്ള, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര, നമ്മൾ ട്രോപ്പിക്കലാണ്, ഉഷ്ണമേഖല രാജ്യമാണ്. അപ്പോൾ അത് മാങ്കിഫെറ പജാങ് എന്ന് പറയുന്ന ഒരു വൈൽഡ് മാംഗോ ട്രീ ആണ്. അത് ലോകത്തിൽ അതൊക്കെ റെഡ് കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രീസാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാധാരണ മാവിൻ്റെ ഒരു സ്ട്രക്ചറല്ല, ഇത് ഭയങ്കര ഫൈബറസ് ആയിട്ടുള്ളൊരു മാംഗോ വെറൈറ്റീസാണ്. ശാഖകളുണ്ടാവും, പക്ഷേ ഇതൊരു വൈൽഡ് ട്രീ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രോത്ത് അങ്ങനെ പോകുന്നത്. ഇതൊക്കെ ഫോറസ്റ്റ് ട്രീസാണ് ശരിക്കും പറയുന്നത്. എവിടെയാണ് അത് സാധാരണ? ഇത് ആമസോൺ. ഇത് UN ഇത് റെഡ് കാറ്റഗറി, യുനെസ്കോ റെഡ് കാറ്റഗറി ലിസ്റ്റഡ് പ്ലാന്റുകളാണ് എല്ലാം. അതായത് വംശനാശ ഭീഷണി നേരിട്ട് ഇപ്പോൾ ഇല്ല എന്ന് വിശ്വസിക്കുന്ന നമ്മൾ മലയാളികളുടെ ഈ എന്തോസിയാസം ഉള്ളതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ട് ഇപ്പം അവൈലബിൾ ആയി തുടങ്ങി പ്ലാന്റുകളും ഫ്രൂട്ടൊക്കെ വന്നു തുടങ്ങി. ഈ ആമസോൺ അതുപോലെ നമ്മളെ ഈ വെസ്റ്റേൺ കാർഡ് തമ്മിൽ എങ്ങനെയാണ് ഒരു വ്യത്യാസം? ശരിക്ക് നമ്മൾ ആമസോൺ എന്ന് പറയുന്നത് മഴക്കാടുകളാണല്ലോ. അപ്പം അതേ രീതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിന് പൊതുവേ. അപ്പം ക്ലൈമറ്റ് ശരിക്കും അവിടെയുള്ളതെല്ലാം ഇവിടെ ഉണ്ടാവും, ഇവിടെയുള്ളതെല്ലാം അങ്ങോട്ടും ഉണ്ടാവും. ഒരു ഹ്യൂമിഡ്, ഇപ്പം മഴക്കാടുകളിലൊക്കെ ഒരു പ്രത്യേകിച്ച് ഹ്യൂമിഡ് നല്ല പോലെ ഉണ്ടാവും. അപ്പം അതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനത്തെ ഇതിൽ ചെടികളെല്ലാം നന്നായിട്ട് വളരും സാധാരണഗതി. ഇത് സ്ട്രോബെറി, ഇത് നമ്മൾ ഒരു ടവർ മോഡലിൽ നമ്മൾ സ്ട്രോബെറി വളർത്തുന്നതാണ്. അത് ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പം ഇതിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് പ്ലാന്റ്സിനെ വളർത്തുന്ന ഒരു മെത്തേഡാണിത്. ഇതിൽ നമ്മളിപ്പോൾ ഒരു പോട്ടിൽ നമ്മൾ നടുമ്പോൾ നമുക്ക് സ്പേസ് വളരെയധികം ഒക്യുപ്പൈ ചെയ്യും. ഇതാകുമ്പോൾ ഒരു ടവറിൽ നമുക്ക് വളരെയധികം സസ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും. ഏതാ ഈ മെത്തേഡ് ഇല്ല. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ചെറിയ നമ്മളുടെ രീതിയിൽ ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ അടിച്ചു വരുന്ന കരിയിലകളൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കും. അതിൽ മണ്ണും കുറച്ച് ചകിരിച്ചോറും ഒക്കെ കൂടി ഇട്ടിട്ടാണ് ഇത് ചെയ്യുക. ഇതിന് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവ് മതി. കാരണം ടവർ ആയതുകൊണ്ട് മുകളിൽ നനച്ചു കഴിഞ്ഞാൽ വെള്ളം സ്വാഭാവികമായിട്ട് താഴേക്ക് പോകും, ലീച്ച് ചെയ്തോളും. അത്യാവശ്യം ഒരു വളർച്ച കാണുന്നുണ്ട്. പുതിന ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് വളർത്തുന്നുണ്ട് നമുക്ക് ഇത് സിസ്റ്റത്തിൽ. ഇത് കൊക്കോണില്ല എന്ന് പറയുന്നൊരു പഴമാണ്. ഇത് നല്ല ഓറഞ്ച് കളറിലേക്ക് വരും. ഒരു തക്കാളിയുടെ ഉൾവശം പോലെ നല്ലൊരു ജെല്ലി ആയിട്ടുള്ള ഒരു മധുരമാണ്. ഒരു ഫണ്ണി ഫ്രൂട്ടാണ്. നമുക്ക് കഴിക്കാനൊക്കെ സ്റ്റൊമക്കിനൊക്കെ നല്ലതാണ്. ഒരു ഹെർബൽ പ്ലാന്റും കൂടിയാണിത്. ഇത് മറ്റൊരു തരം ഫ്രൂട്ടാണ്. ഇത് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ളൊരു തരത്തിൽപ്പെട്ടതാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതാ റെഡ് കളറിൽ വരും. ഇതിൻ്റെ പേര് മാർക്കോട്ട ദേവ ആൻഡ് ഇതിൻ്റെ അനദർ നെയിം പഹലേരിയ മാർക്കോകാർപ്പ. സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സാറെടുത്ത് നമുക്ക് വിവരം അറിയാം. ഇത് ഒരു ഇന്തോനേഷ്യൻ പ്ലാന്റാണ്. ഇത് കൂടുതൽ ഫ്രൂട്ട്സിനേക്കാൾ ഉപരി ഇതിൻ്റെ ഹെർബൽ വാല്യൂ ആണ് ഇതിനുള്ളത്. മക്കാട്ടോ ദേവ എന്നാണ്. മക്കാട്ടോ ദേവ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ക്രൗൺ എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ കിരീടം എന്ന അർത്ഥം വരുന്ന ഒരു ഇന്തോനേഷ്യൻ ഔഷധ സസ്യമാണിത് വരുന്നത്.
ഔഷധ ഗുണങ്ങളാണ് ഇത്. പ്രത്യേകിച്ച് ഡയബറ്റിസിനാണ് ഏറ്റവും നല്ല മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പഴുത്ത അതിൻ്റെ ഫ്ലഷ് ഉണങ്ങി സൺലൈറ്റിൽ ഉണങ്ങിയിട്ട് വെള്ളത്തിലിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇത് മക്കാട്ടുദേവ ഉപയോഗിക്കുന്നത്. ഇത് അരസ ബോയ് എന്ന് പറയുന്നിട്ട് ഒരു ഫ്രൂട്ടാണ്. ഇത് ഒരു വലിയ വലിപ്പത്തിൽ നല്ല മഞ്ഞ നിറത്തിൽ. ഇത് ശരിക്കും ഏറ്റവും വളരെ ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. എന്നുവെച്ചാൽ വളരെ ഫ്ലേവർ. നമ്മളിപ്പോൾ ഒരു പഴം പഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ കാറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൂം ഫ്രഷ്നറിൻ്റെ അതേ ഇതാണ് വരിക. ഇത് ശരിക്കും വൈൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ ആഡ് ഓൺ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇത് പഴുക്കണമെങ്കിൽ ഇനിയൊരു ഏകദേശം ഒരു 2-3 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് പഴുത്ത് വരും. ഇത് ആണ് ഓസ്ട്രേലിയൻ സെഡർബേ ചെറി എന്ന് പറയും. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാം, നേരിട്ട് പഴുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ചെറിയ ഒരു മധുരമാണ് ഉള്ളത്. ഇത് ഓസ്ട്രേലിയയിലെ സെഡർബേ എന്ന് പറയുന്ന ഒരു പാർക്കിലുണ്ടാകുന്ന ചെറിയാണ്. അതുകൊണ്ടാണ് ഇത് സെഡർബേ ചെറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ നല്ല രസമുള്ള കാഴ്ചയാണ്. ഇത് നിറയെ പഴങ്ങളായി കിടക്കുന്നത്. നമുക്ക് കഴിക്കുകയും ചെയ്യാം. ബേർഡ്സ് ഒത്തിരി കഴിക്കുന്ന ഒരു പഴമാണ്. ഇതൊക്കെ ഇത്ര വലിപ്പം വരും. വലിപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് ഇതാണ് മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഏകദേശം 3 വെറൈറ്റീസ് ഞങ്ങൾക്കുണ്ട്. വൈറ്റ് മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് വലിയ ഒരു പാഷൻ ഫ്രൂട്ട്, വലിയൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ അത്ര വലിപ്പത്തിലേക്ക് വരും. വളരെ ടേസ്റ്റി, ഒരു മിൽക്കിൻ്റെ ടേസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് മിൽക്ക് ഫ്രൂട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മധുരമാണ്, നല്ല പാലിൻ്റെ മധുരമുള്ളൊരു. ഇത് ഞങ്ങളുടെ ഒരു റാബിറ്റ്. ഇതിനകത്ത് നമുക്ക് കോഴി ഉണ്ട്, മുട്ടകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ മുയൽ വളർത്തുന്നുണ്ട്, മത്സ്യമുണ്ട്, അതുപോലെ തന്നെ പ്രാവ്, മറ്റുള്ള പക്ഷികളെല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ മുയലിൻ്റെ റാബിറ്റിൻ്റെ ഒരു ഇതാണ്. ഇത് വൈറ്റ് ജാൻഡ് എന്ന് പറയുന്നൊരു മദർ ബ്രീഡാണത്. ശരിക്കും ഒറിജിനൽ പേരൻറ്റ് സ്റ്റോക്കാണത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത്. അത് ഗ്രേ ജയൻ്റ് എന്ന് പറയുന്ന മുയലാണ്. വൈറ്റ് ജയൻ്റ് നമ്മൾക്ക് റഷ്യൻ ബ്രീഡാണ് ഇതെല്ലാം. ഇത് നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് ഞങ്ങളുടെ വളത്തിൻ്റെ സോഴ്സുകളാണ് ഇതെല്ലാം. ഞങ്ങൾ പുറമേ നിന്ന് വളങ്ങളൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ വളം ഇവിടെ തന്നെ. ഇതിൻ്റെ മൂത്രമൊക്കെ ശേഖരിക്കും. അതിൻ്റെ കാഷ്ടമാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഏറ്റവും നല്ല വളങ്ങളാണ് ഇതെല്ലാം. ഇല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് വാങ്ങേണ്ടി വരും. വാങ്ങുന്നൊന്നും നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു വളത്തിൻ്റെ സോഴ്സാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇത് ബയോഫ്ലോക്ക് ടാങ്കാണ്. ഒരു ഇസ്രായേൽ ടെക്നോളജിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ നമുക്ക് ഫിഷിനെ വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ജസ്റ്റ് ഫിഷ് ഞങ്ങൾ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ഒരു വീക്കിനുള്ളിൽ ഇതിനകത്ത് മുഴുവൻ മീൻ, ഏകദേശം ഒരു 1000-ന് താഴെ മീനുകളെ ഞങ്ങൾ നിക്ഷേപിക്കാറുണ്ട് ഇതിനകത്തുനിന്നൊരു 5 മാസം കൊണ്ട് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നട്ടർ, ഗിഫ്റ്റ് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇതിനകത്ത് വളർത്തുന്നത്. ഇത് ഞങ്ങളുടെ വാട്ടർ സോഴ്സും കൂടിയാണ്. ഈ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഇറിഗേഷൻ. ഞങ്ങളിവിടെ ശരിക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. കംപ്ലീറ്റ് ഇവിടെ തന്നെ ഈ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കും. ജീവികളുടെ വിസർജ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വളങ്ങളായിട്ട് ഉപയോഗിക്കുക, മുയൽ അങ്ങനെയൊക്കെയുള്ള. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ഒരു പുറമേ നിന്നൊരു വളത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഓരോ വീടുകളിലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പുറമേ നിന്ന് നമ്മൾ ഒരിക്കലും വളം വാങ്ങാൻ പാടില്ല. നമ്മൾ തന്നെ നമ്മുടെ അടുക്കള വേസ്റ്റും മാലിന്യങ്ങളൊക്കെ നമ്മൾ സംസ്കരിക്കുക, നല്ല വളമാക്കി പുതിയ പഴങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കുള്ള അല്ലെങ്കിൽ സസ്യങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് ഇതിനെ പരസ്പര പൂരകമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അനോന മോണ്ടാന എന്ന് പറയുന്നത് മൗണ്ടെയിൻ സോർസോപ്പ് എന്ന് പറയുന്നത് മുള്ളാത്തയുടെ ഒരു വർഗ്ഗമാണ്. ഇത് മറ്റുള്ള രുചിയല്ല, വേറെ വ്യത്യസ്തമായ ഒരു അപ്പോൾ ഇത് തടികളിൽ നിറയെ ഉണ്ടാവുന്നതാണ്. നിറയെ ഇത് ആത്തയുടെ വർഗ്ഗം തന്നെയാണ്, മുള്ളാത്തയുടെ. പക്ഷേ അനോന മോണ്ടാനയാണിത്. മൗണ്ടെയിൻ സോർസോപ്പ്. മധുരം കൂടി ഒരു ടാർട്ട് ടേസ്റ്റാണ് ഇതിന് വരിക. ഇത് ശരിക്കും സൗത്ത് അമേരിക്കൻ ആണിത്, മൗണ്ടെയിൻ സോർസോപ്പ്. ഇതിൻ്റെ 4-5ഓളം വേരിയൻസ് തന്നെയുണ്ട്. അനോന ഫാമിലിയിൽ വളരെയധികം സസ്യങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്, ഒത്തിരി ഇനങ്ങളുണ്ട്. ഇത് പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര രസകരമായ ഒരു രുചിയല്ല ഇതിനുള്ള.
അതിന്റെ ഗുണം, അതിന്റെ ഫലം എന്തെങ്കിലും പറയണ്ടോ? ഇതൊരു മൗണ്ടൈൻ സോപ്പ് എന്നാണ് പറയുക. ഇതിൻ്റെ ഹെർബ്സ് നമ്മൾ ഹെർബൽ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സയൻറ്റിഫിക് ആയിട്ട് പഠിച്ചതിന് ശേഷമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന രീതി വേറെയാണ്. ഇത് പഴങ്ങളായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ മെറ്റീഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് വലിയൊരു ഫ്രൂട്ടാണ്, കൊളംബിയൻ സപ്പോട്ട എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു 5 വെറൈറ്റീസ് ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ലീഫാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇലയിൽ തന്നെ പല വ്യത്യാസപ്പെട്ട ഷേപ്പിലുള്ള ഒരു 5ഓളം വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ശരിക്കും വളരെ ബിഗ് ആയിട്ടുള്ള മഴക്കാലത്ത് വരുന്ന ഇലകൾ വളരെ വലുതാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. ഇതിലൊക്കെ ഫ്രൂട്ടിങ് ഇപ്പം ആയി വരുന്നേ ഉള്ളൂ, ഒരു സീസൺ കഴിഞ്ഞു. ഇത് ചോക്ലേറ്റ് പുഡിംഗ് ഫ്രൂട്ട് എന്ന് പറയും. ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ്. കുട്ടികൾക്കൊക്കെ അത് സ്പൂണിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. ബയോഫ്ലോക്കിൽ തന്നെയുള്ള ചെറിയ ഒരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വാട്ടർ സോഴ്സാണ്, സെയിം ടൈം ഇതിൽ മീനിനെ വളർത്തുന്നുണ്ട്. ഇതിൽ ചെറിയ മീനുകൾ ആണ് ഇതിനകത്ത് വരിക. പിന്നെ അതിനെ വലുതാവുന്നതനുസരിച്ചിട്ട് നെക്സ്റ്റ് പോണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ നഴ്സറിയുടെ വെള്ളം, വാട്ടർ സോഴ്സുകളാണ് ഇതെല്ലാം. മഴവെള്ളമൊക്കെ ഞങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് തന്നെ നനയ്ക്കാൻ ഉപയോഗിക്കാം, അതേസമയം മീൻ വളർത്താനും. 40ഓളം അവക്കാഡോ വെറൈറ്റീസ് ഇവിടെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അവക്കാഡോ വേൾഡ് മുഴുവൻ, ലോകം മുഴുവൻ ഉള്ളതാണ്. അപ്പോൾ അതിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് മെക്സിക്കോയൊക്കെയാണ്, മെക്സിക്കൻ അവക്കാഡോയൊക്കെയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. അപ്പോൾ അവക്കാഡോ ശരിക്കും നമ്മുടെ ഹൈ റേഞ്ചിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണുള്ളത്, ഹൈ റേഞ്ച് മേഖലയിൽ. അതിൽ വ്യത്യസ്തമായിട്ടുണ്ട്. അതിൽ ഏകദേശം 40ഓളം വേരിയൻസ് ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നുണ്ട് റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ കാഴ്ച വന്നുണ്ടോ? ഇവിടെയുണ്ട്, ഇവിടെ ഫ്രൂട്ടിംഗ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ കേസിൽ എല്ലാ വള്ളികളും കായ്ക്കുന്നില്ലല്ലോ, അപ്പോൾ അതിന് ഈ ജെൻഡർ ഉണ്ടോ, മെയിൽ ഫീമെയിൽ എന്നുള്ള? പാഷൻ ഫ്രൂട്ടിന് സാധാരണ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല. പാഷൻ ഫ്രൂട്ട്, എല്ലാ പാഷൻ ഫ്രൂട്ടും നമ്മൾ ട്രോപ്പിക്കൽ വേരിയൻസ് എല്ലാം കായ്ക്കും. പക്ഷേ നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ളൊരു സ്വീറ്റ് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അത് നമ്മളിവിടെ കായ്ക്കില്ല. പക്ഷേ അതിൻ്റെ തന്നെ മെക്സിക്കൻ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന പാഷൻ ഫ്രൂട്ട് ഉണ്ട്, സിംഗിൾ ലീഫ് പാഷൻ ഫ്രൂട്ട്. ഇതൊക്കെ ആ സിംഗിൾ ലീഫ് പാഷൻ ഫ്രൂട്ടിൽ വരുന്നതാണത്. പിന്നെ ഈ പാഷൻ എന്ന് പറയുന്നത് ലവ് എന്നുള്ള അർത്ഥമല്ലോ, എന്തുകൊണ്ടാണ് പാഷൻ ഫ്രൂട്ട് എന്നുള്ളത്? ഇത് ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. എനിവേ പാഷൻ ഫ്രൂട്ട് എല്ലാവരും വളരെയധികം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നന്നായിട്ടുണ്ടാവും പാഷൻ ഫ്രൂട്ട്. അപ്പം അതിൽ മൂന്നാർ, ഊട്ടി ഭാഗങ്ങളിലുള്ള ഒരു 1-2 വെറൈറ്റീസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പ്ലെയിൻസിൽ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കിവിടെ വളരെയധികം പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഒരു 5-8 വെറൈറ്റീസ് ഉണ്ട്. അതിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ സിംഗിൾ ലീഫ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു മെക്സിക്കൻ വേരിയൻ്റാണ്. ഇതിൻ്റെ ഫ്രൂട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ശരിക്ക് പാഷൻ ഫ്രൂട്ട് നമ്മളിപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡിട്ട് മുളപ്പിക്കുന്നത് ഇത് തന്നെ ആവണം നിർബന്ധമില്ല. കാരണം വേറൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു വരും. കാരണം ക്രോസ് പോളിനേഷനിലൂടെയാണ് പുതിയ വെറൈറ്റീസ് ഉണ്ടാവുക. നമ്മളിപ്പോൾ വീട്ടിലൊന്ന് അതിൻ്റെ സീഡ്സ് വെച്ചിട്ടുണ്ടാകുമ്പോൾ അതേ സെയിം ഇത് കിട്ടില്ല. കാരണം കിട്ടണം നിർബന്ധമില്ല, കിട്ടാം. പക്ഷേ ക്രോസ് പോളിനേഷനിലൂടെ പരപരാഗണം നടന്ന് പുതിയ ക്രോസ് വേരിയൻസ് ആണ് ഉണ്ടാവുക. മറ്റുള്ളതിലൊക്കെ അങ്ങനെ തന്നെ വരുമോ? എല്ലാവിധ പഴങ്ങളിലും ചെറിയ രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ചക്ക നമുക്കറിയാം, നിങ്ങൾ ചക്കക്കുരു ഇട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വേറൊന്നായിരിക്കും. ഒരുപക്ഷെ നല്ലതായിരിക്കാം, ചിലപ്പോൾ സെയിം കിട്ടാം, ചിലപ്പം ഇതിലും നമുക്ക് ഈ വെറൈറ്റീസ്, ഈ വൈവിധ്യം മുഴുവൻ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ക്രോസ് പോളിനേഷനിലൂടെയാണ്. ഒത്തിരി അധികം വൈവിധ്യങ്ങൾ. അതുപോലെ തന്നെ ഇത്രയും വൈവിധ്യം ലോകത്തിൽ വേറെ ഒന്നിലുമില്ല പഴങ്ങളുടെ, ഫ്രൂട്ട്സിലുള്ള. അപ്പം വെജിറ്റബിൾസിലും ഉണ്ട്. വെജിറ്റബിൾസും ഈ പറയുന്ന പോലെ ചെറിയ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. പലതും നമ്മൾ സ്വീറ്റ് അല്ല, അത് കുറച്ചുകൂടി ഒരു ഗ്രാസിൻ്റെതാണ്. പക്ഷേ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ആസ്വാദ്യമായ, രുചികരമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമ്മളെ ശരിക്കും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഫ്രൂട്ടേറിയൻ ആയിട്ടാണ്. കാരണം നമ്മുടെ അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ നിരകളാണ്. നമുക്ക് സിംഹത്തിൻ്റെയോ കടുവയോടെയോ പോലെയുള്ള പല്ലുകളല്ല നമ്മളുടേത്.
അതുപോലെ പശുവിൻ്റെ പോലത്തെ പല്ലുകളും അല്ല നമുക്കുള്ളത്. പശുവിൻ്റെ നമുക്കറിയാം അതിന് മാംസം കഴിക്കാൻ പറ്റില്ല. പക്ഷേ പശുവിൻ്റെ പോലെയുള്ള പല്ല് നിരകളല്ല നമുക്കുള്ളത്. പശുവിൻ്റെ ഈ പുല്ല് നിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുടെ ഉദരവുമല്ല സ്റ്റൊമക്ക്. നമുക്ക് ഹരിതകം ദഹിപ്പിക്കാനുള്ള കഴിവില്ല നമ്മുടെ സ്റ്റൊമക്കിന്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാംസബുക്കുമല്ല സസ്യബുക്കുമല്ല, നമ്മൾ ഫ്രൂട്ടേറിയൻസാണ്. അതുകൊണ്ടാണ് ഇതിൽ ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലേക്കാണ് വിട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. നമ്മുടെ പല്ലിൻ്റെ സവിശേഷതകൾ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പ്ലാന്റ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ തന്നെ സ്വയം നിർമ്മിക്കുകയാണ്. ആ പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഈ ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞിട്ട് ഹരിതകം എന്ന് പറഞ്ഞത്. അവരാണ് ശരിക്കും ഈ ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. പക്ഷെ ചില പ്ലാന്റ്സിൽ നമ്മൾ ഗ്രീൻ കളറിലുള്ള ലീവ്സ് അല്ല കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ ക്ലോറോഫിൽ ഇല്ല, അതിൻ്റെ ആബ്സെൻസ് ആണ് എന്നാണ്. ഇതിൽ നമ്മൾ ഈ നാച്ചുറൽ മ്യൂട്ടേഷനാണ് ഇങ്ങനെയുള്ള ഈ വൈവിധ്യങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ ചില സസ്യങ്ങൾ നമുക്ക് കാണാം, സപ്പോട്ട പോലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള സപ്പോട്ടയുണ്ട്. പക്ഷേ അതിലും എന്താണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഗ്രീൻ ഉണ്ട്. പെർസെൻറ്റേജ് 50-50 ആയിരിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിൽക്കുന്ന സപ്പോട്ടയിലേക്ക് തന്നെ നോക്കാം. ജസ്റ്റ് ഹാഫ് പോർഷൻ വൈറ്റും ഹാഫ് പോർഷൻ ഗ്രീനുമാണ് ഉണ്ടാവുക. പ്രകാശ സംശ്ലേഷണം അത് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്കിങ്ങനെ വൈറ്റ് ലീഫിൽ കാണുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രീം എൻഡ് വെതറിൽ വരുന്ന ലീഫെല്ലാം വീണ്ടും ഗ്രീനാവും. അതൊരു സ്വാഭാവികമായിട്ടുള്ള മ്യൂട്ടേഷനാണ്. ഇതിൽ മ്യൂട്ടേഷൻ വെരിഗേറ്റഡ് ആണ്. അതുകൊണ്ട് ഞങ്ങളിതിനെ വെരിഗേറ്റഡ് എന്നാണ് പറയുക. സെയിം സപ്പോർട്ട തന്നെയാണ്, പക്ഷേ ലീഫിന് വരുന്ന ഡിഫറൻസ് ആണ്. പക്ഷെ അതൊരു യൂണിഫോം പാറ്റേൺ അല്ല. ചിലപ്പം ഇത് വലിയൊരു വേനലിൽ ഇരുന്ന ഇല പോയിട്ട് അടുത്ത ലീഫ് ചിലപ്പം വീണ്ടും ഗ്രീൻ ആവും. അതൊക്കെ ചെറിയ മ്യൂട്ടേഷനാണ്, മ്യൂട്ടേഷൻ പ്രോസസ്സാണത്. അത് ശരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇപ്പം വലിയ 100 കിലോയുള്ള വാഴക്കൊല, 50 കിലോയുള്ള വാഴക്കൊല എന്ന് കാണുന്നത് മ്യൂട്ടേഷൻ തന്നെയാണ്. പ്രകൃതിയുടെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രത്യേകതകൾ തന്നെയാണ്. എല്ലാം അങ്ങനെ എക്സ്ട്രീം ഗ്രോത്തിൽ ഭീമാകാരമായി വളരുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, നമ്മൾ ക്യാൻസറസ് എന്ന് പറയും, മ്യൂട്ടേഷനിലൂടെ ഉണ്ടാകുന്നതാണ് സെല്ലുകളിലെ തമ്മിലുള്ള. അപ്പം ഇത് തന്നെയാണ്. പിന്നെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ മാത്യു സാറിൻ്റെ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സാറ് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കംപ്ലീറ്റ് കാണണമെങ്കിൽ 2-3 ദിവസമൊക്കെ എടുത്തിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് സാറ് പറയണത്. അത്രയധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ സാറിൻ്റെ ടോക്ക് കേട്ടിട്ട് ഇത് കണ്ട ഒരാൾക്ക് ഒരു പ്ലാന്റെങ്കിലും നടണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാറിന് എന്ത് നിർദ്ദേശമാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ കുട്ടികൾക്കാണ് നമ്മളുടെ പ്രതീക്ഷയെല്ലാം ഇവരിലാണ്. കാരണം വളർന്നു വരുന്ന ഒരു ജനതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും നമ്മുടെ രാജ്യത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും ഇനി ഇവരിലാണ്. അപ്പം ഇപ്പം നമുക്കറിയാം, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത്രെട്ട് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ ഒന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കുക പ്രായോഗികമല്ല, ഓക്സിജൻ മാസ്കും സാധ്യമല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇനി വരുന്ന തലമുറയെങ്കിലും അവരുടെ കുട്ടികൾക്ക് ഇത്രയും നിർദ്ദേശങ്ങൾ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എങ്കിലും ഒരു ട്രീസ് നട്ട് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ സ്കൂൾ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 15 വയസ്സുള്ളൊരു കുട്ടി നാളെ തുടങ്ങി ഒരു അടുത്ത ഓരോ വർഷവും അവരുടെ പേരൻസിൻ്റെ ഓരോ ബർത്ത്ഡേക്ക് പ്രധാനപ്പെട്ട സെലിബ്രേഷനുകളിലെല്ലാം പഴച്ചെടികൾ നടുക. അത് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് പറയുന്നത്, ഏറ്റവും വലിയൊരു ഓറഞ്ച് ട്രീസ് ഉണ്ട് ഇവിടെ. അത് എൻ്റെ ഫാദർ 30 വർഷം മുന്നേ എൻ്റെ പിതാവ് നട്ടിട്ടുള്ളൊരു ഓറഞ്ച് മരമാണ്. അപ്പം 30 വർഷത്തിന് ശേഷം ഓരോ വർഷവും ഞങ്ങൾക്ക് മധുരമായ ഫലം, ഏറ്റവും നല്ല ഓറഞ്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓർമ്മയുടെ ഒരു സമ്മാനമാണ്. അപ്പം സമ്പാദ്യത്തെക്കാളും നമ്മൾക്ക് നമ്മുടെ വരും തലമുറയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഓർമ്മയ്ക്കായിട്ട് ശിലാഫലകങ്ങൾ എഴുതി വെക്കുന്നതിലും വലിയതാണ് പഴച്ചെടികൾ നടുക എന്നുള്ളത്. അത് പ്രകൃതിക്ക് ഒരു കുടയായും
സസ്യങ്ങൾ നമ്മൾക്ക് ഓക്സിജൻ നൽകുന്ന ഒരു ഫാക്ടറി ആയിട്ടും, അതുപോലെ തന്നെ അനേകം ജീവജാലങ്ങൾ നമുക്കറിയാം, ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, അതുപോലെ തന്നെ അനേകം ചിത്രശലഭങ്ങൾ, അതുപോലെ നിശാശലഭങ്ങൾ, വേംസ്, വലിയൊരു മൈക്രോ ഓർഗാനിസം ഇതിനോട് ചേർന്ന് വളരുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ ഇത്രയും വലിയൊരു സമ്മാനം നമ്മൾക്ക് നൽകാനില്ല. നിർബന്ധമായിട്ടും നമ്മളെ ഭക്ഷ്യസുരക്ഷയും കൂടിയാണ് നമ്മൾ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വീടുകളും നമ്മുടെ തൊടികളും നമ്മൾക്ക് കിട്ടുന്ന എല്ലാ നമ്മളുടെ അവസരങ്ങളിലും, നല്ല ശുഭമുഹൂർത്തങ്ങളിലെല്ലാം ഏറ്റവും ഉചിതമായത് ഒരു പ്ലാന്റ്സ്, ഒരു പഴച്ചെടി നട്ട് നമുക്ക് നമ്മുടെ ഓർമ്മകൾ അയവിറക്കുവാൻ വരും തലമുറയ്ക്ക് സാധ്യമാകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെല്ലാവരും, എല്ലാ കുട്ടികളും വീട്ടിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മാതാപിതാക്കളോട് സംസാരിക്കുകയും നിങ്ങൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇനി അടുത്ത ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കേണ്ട, പകരം ഒരു സപ്പോട്ടയോ മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്തച്ചെടികളോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറി ബെറീസ്, എന്തെങ്കിലും ഒരു പഴച്ചെടി മതി എന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരൻസിനോട് ആവശ്യപ്പെടണം. നമുക്ക് കൂടുതൽ, നമ്മളെ ഭാരതത്തിൽ 100 കോടി ജനങ്ങൾ ഒരു വർഷം 100 കോടി സസ്യങ്ങൾ നട്ടു കഴിഞ്ഞാൽ നമുക്കിനി വേറെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ പ്രകൃതിക്ക് ഇതിലും വലിയൊരു വാഗ്ദാനം നമുക്ക് കൊടുക്കാനുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വലിയ മനസ്സ് ഞങ്ങളെ കാണാനും ഞങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഈ അവസരത്തിന് ഒത്തിരി നന്ദി. നമ്മളിപ്പോൾ മൊത്തം കണ്ട ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വൈവിധ്യങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു കുടുംബത്തിൽ പോലും അതിൻ്റെ രുചിയിലും ആകൃതിയിലും എല്ലാത്തിലും ആ ഒരു വൈവിധ്യം കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ അതിനൊക്കെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ജീവിതത്തിൽ ഇവിടെ മനുഷ്യൻ്റെ ജീവിത സംസ്കാരത്തിലുമൊക്കെ ആ ഒരു വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളൊരു സന്ദേശം പ്രകൃതി മനുഷ്യന് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും വൈവിധ്യങ്ങൾ ഇപ്പം ഞാൻ പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള മനുഷ്യരുടെ കൂടെ ജോലി ചെയ്യാൻ ഇടപെടുന്നുണ്ട്. UN വർക്ക് ചെയ്യുന്ന പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരോട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈവിധ്യങ്ങൾ, പ്രകൃതിയിൽ കാണുന്ന വൈവിധ്യങ്ങൾ നമുക്കറിയാം. നമ്മളുടെ പശ്ചിമഘട്ടം ലോകത്തിലെ യുണീക്ക് പ്ലേസാണ്. പശ്ചിമഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഭൂപ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന സസ്യങ്ങൾ ലോകത്തിലെ ഒരു രാജ്യത്തും ഇത്രയും ജൈവവൈവിധ്യം ഇല്ല. അപ്പം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പഴങ്ങളുടെ വൈവിധ്യം അതിൻ്റെ രുചിയിലും കളറിലും ആകൃതിയിലും, അതുപോലെ തന്നെ വൈവിധ്യം എന്ന് പറയുന്നത് ഇതിൽ ഓരോ ദിവസവും നമുക്ക് സമ്മാനിക്കുന്നത് ഒരു സസ്യത്തെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൽ വരുന്ന ചേഞ്ചസ്, പൂവിടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ മുട്ട വിരിയുന്നു, പഴങ്ങളാവുന്നു, അതിൽ പഴങ്ങൾ പാകപ്പെട്ട് വരുന്നു, അതിൻ്റെ കളറ് മാറുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പ്രകൃതിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളാനും പരസ്പരം പൂരകമായിട്ട് അങ്ങോട്ട് സഹായങ്ങൾ വാങ്ങി, ഒരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു, തിരിച്ച് നമ്മൾക്ക് നൽകുന്നത് മധുരമായ ഫലങ്ങളാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നമ്മൾ, അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാനും തീർച്ചയായിട്ടും പഴങ്ങൾ, അതിൻ്റെ സംരക്ഷണം, ചെടികളെ സംരക്ഷിക്കുക. നമുക്കറിയാം, ഒരു ദിവസം നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പം അതിൻ്റെ ഇലകളെല്ലാം വേറെ ഏതെങ്കിലും ചിത്രശലഭമോ ആഹരിച്ചിരിക്കുന്നത് കാണാം. ഉടനെ തന്നെ അത് പുതിയ തളിർപ്പ് വരുന്നു, കൂടുതൽ കരുത്തോടുകൂടി ആ ചെടി വളരുന്നതും കാണാം. ഇതൊക്കെ നമുക്ക് നൽകുന്നത് വലിയ ഉൾക്കാഴ്ചയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവും ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മൾ എല്ലാവരും നമ്മളിതിനെ ഒബ്സർവ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ശീലം നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരിക. ഒരു ഒബ്സർവേഷനിൽ നമുക്ക് കിട്ടുന്ന, ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾക്കിടയിലും വ്യക്തികൾക്കിടയിലും ഈ ഒരു സ്വഭാവ വ്യത്യാസങ്ങളിലുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ആ ഒരു ചിന്ത. തീർച്ചയായിട്ടും നമുക്ക് മതങ്ങളോ വർഗങ്ങളോ ഭാഷയോ കളറോ അതെ എല്ലാം അതെ ഉൾക്കൊള്ളാവുന്ന, അതെ തീർച്ചയായിട്ടും. അപ്പം
വലിയൊരു സന്ദേശം തന്നെയാണ്. പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. തീർച്ചയായിട്ടും വൈവിധ്യമാണ് നമ്മൾ കാണുന്നതെല്ലാം. നമ്മൾ വൈവിധ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മളൊരു സ്വേച്ഛാധിപതിയായി പോകും. നമ്മൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, മറ്റുള്ളവരെ നമുക്കൊരു സ്പേസ് കൊടുക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ പുൽക്കൊടിയും അതിനൊരു സ്പേസ് ഉണ്ട്. അത് വിശദമായിട്ട് നമ്മുടെ ബൊട്ടാണിക്കൽ ഇതിലെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റഡ് ആണ്. ഇവിടെയുള്ള എല്ലാ പുല്ലുകൾക്കും പേരുണ്ട്, വർഗമുണ്ട്, സ്പീഷീസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊരു കടമയുമുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യനും ഇതുപോലെ തന്നെയാണ്. നമ്മളൊക്കെ ഓരോ പദ്ധതികളാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ശരിക്ക് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് കൃഷി ഒത്തിരി വലിയ ഇഷ്ടമുള്ള ഒരു സംഭവമല്ല. പക്ഷേ നമ്മളുടെ ഒരു നിയോഗമായിട്ട് ഞാനിതിനെ കാണുന്നു. അത് വലിയൊരു എനർജിയോടുകൂടി ചെയ്യുന്നുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ഒരു 800ഓളം സസ്യങ്ങളുടെ ജൈവ വൈവിധ്യം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒരു 10% ആയിട്ടുള്ളൂ എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. നമുക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വലിയൊരു മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന സാറിന് നമ്മൾ ഗ്രീൻ വാലി സ്കൂളിൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാർ പറഞ്ഞു വെച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും യുണീക്കാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാനുള്ള കടമകളുണ്ട്. അതിന് ഈ ഒരു ഭൂമിയിൽ, നമ്മുടെ പ്രകൃതിയിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിൽ നിലകൊണ്ട് എല്ലാറ്റിനെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും ഓരോന്നിൻ്റെയും വാല്യൂ മനസ്സിലാക്കാനും കഴിയുക എന്നുള്ളതാണ് പ്രകൃതി പഠനത്തിലൂടെയും ചുറ്റുപാടിനെക്കുറിച്ചുള്ള നിരീക്ഷണത്തിലൂടെയും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.